തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നത് ഈ മാസം 12 വരെ നീട്ടി. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ തീരുമാനം. ദീർഘിപ്പിച്ച സമയം അപര്യാപ്തമാണെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. 15 ദിവസം കൂടി നീട്ടണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കെ ആർ സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, ഏത് സാഹചര്യത്തിലാണ് കമ്മീഷന്റെ തീരുമാനം? അജിംസെ, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആവശ്യമായ സമയം ലഭിച്ചില്ല പേര് ചേർക്കുന്ന അടക്കമുള്ള പ്രക്രിയയ്ക്ക് എന്ന് ആദ്യം തന്നെ പരാതികൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും അതുപോലെ തന്നെ തിരുത്തുന്നതും ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നതുമൊക്കെ വെബ്സൈറ്റ് മുഖേനയായിരുന്നു. ആ വെബ്സൈറ്റിൽ ചില സാങ്കേതികമായ തകരാറുകൾ നേരിട്ട് പലപ്പോഴും ഈ പ്രവർത്തികൾ പൂർണ്ണമാക്കാൻ ഇത് ചെയ്തു തുടങ്ങിയ ആളുകൾക്ക് കഴിയാതെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് 15 ദിവസം കൂടി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും കത്ത് നൽകിയിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീട്ടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നായിരുന്നു കരട് വോട്ടർ പട്ടികയിൽ പുതുക്കുന്ന അടക്കമുള്ള പ്രക്രിയയിൽ അവസാനിക്കേണ്ട സമയപരിധി. അതിനാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൂടി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ആവശ്യപ്പെട്ട അനുസരിച്ച് നൽകിയിട്ടില്ല. കാരണം നിലവിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന പരാതി പ്രതിപക്ഷവും BJPയും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതിലേറ്റവും പ്രധാനമായി ഇരട്ടിപ്പുണ്ടായിരുന്നു. അത് ഒരേ വോട്ടർ കാർഡുള്ള നമ്പറിലെ തന്നെ വിവിധ ആളുകളെ ചേർത്തിരിക്കുന്നു എന്നതടക്കമുള്ള പരാതികൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒരു വീട്ടിൽ തന്നെ ഉള്ളവർ തന്നെ മറ്റു പല വാർഡുകളിലായി അവരുടെ വോട്ടുകൾ ചിതറിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ തെറ്റ് പരിഹരിക്കുന്നതിനാവശ്യമായി കൂടുതൽ സമയം 15 ദിവസം കൂടി വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 12-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും ചോദിച്ച അത്രയും, അതായത് പ്രതിപക്ഷം ആവശ്യപ്പെട്ട അത്രയും അനുവദിച്ചിട്ടില്ല. ഇന്ന് മറ്റൊരു കാര്യമുണ്ടായത്, BJP നേതൃത്വം തെളിവുകൾ സഹിതം ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് ചില തെളിവുകൾ സഹിതം തന്നെ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ തെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് അവർ രംഗത്ത് വരികയും ഒക്കെ ചെയ്തത്. ഇതിനിടയിലാണ് ഇപ്പോൾ 12-ാം തീയതി വരെയും നീട്ടാനുള്ള തീരുമാനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. അതേസമയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ 15 ദിവസമെങ്കിലും നീട്ടിക്കിട്ടണമെന്ന ആവശ്യം പരിഗണിക്കാതിരുന്നത് ശരിയായില്ല എന്ന നിലപാടുമായി മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം